കോഴിക്കോട് കൂരാച്ചുണ്ട് പഞ്ചായത്തിൽ മുസ്ലിം ലീഗ് അംഗം കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസ്സായതിനെ തുടർന്ന് കോൺഗ്രസ് പഞ്ചായത്ത് പ്രസിഡന്റ് പുറത്തായി. UDF ധാരണ പ്രകാരം ലീഗിനായി പ്രസിഡന്റ് സ്ഥാനം മാറാതിരുന്നതിനെ തുടർന്നാണ് അവിശ്വാസ പ്രമേയം വന്നത്. മുസ്ലിം ലീഗ് അംഗം അവിശ്വാസ പ്രമേയം കൊണ്ടുവരിക, കോൺഗ്രസും CPM-ഉം പിന്തുണയ്ക്കുക. അവിശ്വാസ പ്രമേയം പാസ്സായി UDF ഭരണസമിതി താഴെ വീഴുക. കൗതുകകരമായ കാര്യങ്ങളാണ് ഇന്ന് കോഴിക്കോട് കൂരാച്ചുണ്ട് പഞ്ചായത്തിൽ നടന്നത്. UDF-ലെ ധാരണ പ്രകാരം അവസാന വർഷം പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം മുസ്ലിം ലീഗിനാണ്. എന്നാൽ കോൺഗ്രസുകാരനായ പഞ്ചായത്ത് പ്രസിഡന്റ് പോളി കാരക്കാട് രാജിവെക്കാൻ തയ്യാറായില്ല. DCC ഇടപെട്ടിട്ടും അനുസരിക്കാത്തതിനെ തുടർന്ന് പോളിയെ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. അവിശ്വാസം കൊണ്ടുവന്ന് പുറത്താക്കാനും തീരുമാനിച്ചു. അതിന്റെ ഭാഗമായി മുസ്ലിം ലീഗ് സ്വതന്ത്ര അംഗം OK അഹമ്മദാണ് അവിശ്വാസം കൊണ്ടുവന്നത്. CPM പിന്തുണച്ചു. DCC വിപ്പ് നൽകിയതിനെ തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പോളി കാരക്കട ഒഴികെ കോൺഗ്രസ് അംഗങ്ങളും അവിശ്വാസത്തെ പിന്തുണച്ചു. ഒരു വോട്ട് അസാധുവായി. ഭരണവും വീണു. അവിശ്വാസം 11 വോട്ടോടുകൂടി പാസ്സായിരിക്കുകയാണ്. 11 ആളുകളെ അവിശ്വാസം രേഖപ്പെടുത്തിയപ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടതാണ്. 11 ആളുകളും ഒറ്റക്കെട്ടായം കൊണ്ട് തന്നെയാണ് ഈ പ്രസിഡന്റിന് മേൽ അവിശ്വാസം രേഖപ്പെടുത്തിയിട്ടുള്ളത്. ലീഗിന് പ്രസിഡന്റ് സ്ഥാനം കൊടുക്കുന്നതിനോട് മാത്രമാണ് എതിർപ്പെന്ന് പോളി പറഞ്ഞു. DCC പ്രസിഡന്റിന്റെ വലിയ കുറ്റകരമായ കാര്യമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഒരു DCC ജില്ലയിലെ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷ നിലയ്ക്ക് അദ്ദേഹമാണല്ലോ വിപ്പ് കൊടുത്തിരിക്കുന്നത്. എന്തടിസ്ഥാനത്താണ് ഈ വിപ്പ് കൊടുക്കുന്നത്? ലീഗ് LDF പോയി 7 പേരുടെ അവിശ്വാസ പ്രമേയമുണ്ട്. ആ 7 പേർക്ക് അവിശ്വാസ പ്രമേയത്തിലൂടെ എന്നെ പുറത്താക്കാം. അങ്ങനെയുള്ള സ്ഥിതിക്ക് കോൺഗ്രസിന്റെ പിന്തുണ എന്തിനാണ് കോൺഗ്രസ് മെമ്പർമാരോട് ഈ അവിശ്വാസ പ്രമേയത്തെ അനുകൂലമായി വോട്ട് ചെയ്യണമെന്ന DCC പറയേണ്ട കാര്യം എന്താണ്? ഇനി OK അഹമ്മദിനെ പ്രസിഡന്റാക്കി ഭരണസമിതി തിരിച്ചുപിടിക്കാനാണ് UDF തീരുമാനം. മീഡിയ 1 കോഴിക്കോട്.